കേരളം മാറ്റത്തിന് വിധേയമാകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് ഹരിപ്പാട് നിയമസഭാ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു. മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുത്താര രാജിന്റെ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. മാവേലിക്കര നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുത്താര രാജിന്റെ പ്രചരണാർത്ഥം മുൻ പ്രതിപക്ഷ നേതാവും AICC അംഗവുമായ രമേശ് ചെന്നിത്തല പങ്കെടുത്ത റോഡ് ഷോ മാവേലിക്കര കൊല്ലകടവിൽ നിന്നും ആരംഭിച്ച് താമരക്കുളം ജംഗ്ഷനിൽ സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യ പ്രഭാഷണം നടത്തി. എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു സർക്കാരാണിത്. പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളോട് അനുകമ്പ കാണിക്കാത്ത ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി? ഇവിടെ പഠിക്കാൻ വിദ്യാർത്ഥികളില്ല, അവർ കേരളം വിടുന്നു. നമ്മുടെ ആരോഗ്യ മേഖല തകരുന്നു. പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ മരുന്ന് പോലും കിട്ടുന്നില്ല. ഓപ്പറേഷന് വേണ്ടി ആരും മെഡിക്കൽ കോളേജിൽ പോവില്ല. കാരണം മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ഒരു കത്രിക കൂടി വയറ്റിൽ വെച്ച് തുന്നി ആളുകളെ അയക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നടന്ന് മെഡിക്കൽ കോളേജിൽ കയറുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. എവരാണോ വീണ്ടും വരേണ്ടത്? എവരെയാണോ വീണ്ടും ഭരണമേൽപ്പിക്കേണ്ടത്? സാമ്പത്തികമായി കേരളം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഉമ്മൻചാണ്ടി വരെ, EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഗവൺമെന്റുകൾ കേരളം ഭരിച്ചപ്പോൾ കേരളത്തിന്റെ കടം 1.5 ലക്ഷം കോടി. ഈ 10 വർഷം കൊണ്ട് അത് 6.5 ലക്ഷം കോടിയായി വർദ്ധിച്ചു. ഈ കടം നമ്മുടെ തലയിലാണ്. സാധാരണക്കാരിൽ സാധാരണയായ ഒരു വീട്ടിൽ നിന്നും ഒരു മേശിരി പണിക്കാരന്റെ മകളായി, ഒരു തയ്യൽ തൊഴിലാളിയുടെ, തൊഴിലുറപ്പ് തൊഴിലാളിയുടെ മകളായി കടന്നു വന്ന എനിക്ക് ഈ പ്രസ്ഥാനവും എൻ്റെ നാടും നാട്ടുകാരും നൽകിയ സ്നേഹത്തിനും അംഗീകാരത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്ഥാനാർത്ഥി മുത്താര രാജ് വോട്ട് അഭ്യർത്ഥനയും നടത്തി. PB ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, DCC പ്രസിഡന്റ് ബാബു പ്രസാദ്, KR മുരളീധരൻ, മനോജ് C ശേഖർ, G ഹരിപ്രകാശ്, G വേണു, അഡ്വക്കേറ്റ് സണ്ണിക്കുട്ടി, മുസ്ലിം ലീഗിന്റെ മറ്റ് ഘടകകക്ഷികളിലെ നേതാക്കന്മാർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര.